എന്ത് രീതിയിലുള്ള നടുവേദനയാണെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്ത ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. എല്ലാത്തിനും ഒരേ എണ്ണ, ഒരേ കഷായം, ഒരു കഷായം ഒരു ഗുളികയും കഴിച്ചാൽ മാറുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലല്ല നമ്മളുടെ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് പോകുന്നു ഞാൻ സാധാരണ ട്രീറ്റ് ചെയ്യാറുള്ളത്. നടുവേദനയുടെ കാരണമാണ് ശരിക്കും നടുവേദന ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഒരേ കാരണം കൊണ്ടല്ല നടുവേദന ഉണ്ടാവുക. എപ്പോഴും ഒരു ന്യൂറൽ കംപ്രഷൻ മാത്രമല്ല നടുവേദനയുടെ പ്രശ്നം. സൈക്കോളജിക്കലി അവർ ഡൗൺ ആണ്, അവരുടെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് നടുവേദന വരാം, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിൻ കൊണ്ട് നടുവേദന വരാം, അവരുടെ സ്കോളിയോസിസ്, അവരുടെ അൺഈവൻ ആയിട്ടുള്ള പോസ്റ്റർ കൊണ്ട് നടുവേദന വരാം. അപ്പോൾ എപ്പോഴും നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് നടുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നടുവേദന വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിൽ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കാറ്. മെഡിസിൻസ് ആണെങ്കിലും ഇപ്പോൾ IP ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും OP ആണെങ്കിലും നമ്മൾ അതിൻ്റെ റീസൺ എപ്പോഴും ആദ്യം ആലോചിക്കും. ഇപ്പോൾ നമ്മൾ SLR ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ നടുവേദന എന്ത് കാരണം കൊണ്ടാണെങ്കിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് പ്രൈമറി ആയിട്ടുള്ള എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പലരും പറയും, ഇതെന്തിനാണ് ഇപ്പോൾ എക്സാമിനേഷൻ ചെയ്യുന്നത്, വേറെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് മരുന്ന് ആദ്യം തന്നാണല്ലോ, ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു കാരണം കൊണ്ട് മാത്രമല്ല നടുവേദന വരിക. അപ്പോൾ പ്രസവശേഷമുള്ള നടുവേദന അത് വേറൊരു ആസ്പെക്റ്റാണ്. ന്യൂറോളജിക്കലി ഉള്ള ഇഷ്യൂസ്, ഇപ്പോൾ സ്റ്റീനോസിസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നടുവേദന വരാറുണ്ട്. എന്തെങ്കിലും ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ നടുവേദന ഉണ്ട്. ഏത് നടുവേദനയാണെന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ശരിക്കും നടുവേദന ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക.